നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് തിങ്കളാഴ്ച ദിവസം ICICI ബാങ്കിൻ്റെയും HDFC ബാങ്കിൻ്റെയും എല്ലാം തന്നെ ഗംഭീര റിസൾട്ട് വന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഗിഫ്റ്റ് നിഫ്റ്റി 24,800 അപ്പുറം പോയി വലിയൊരു ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്ത് 25,000 എല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വലിയൊരു ഗ്യാപ്പപ്പ് ഉണ്ടാകുന്ന ഒരു ദിവസം ആകേണ്ടതായിരുന്നു ഇന്ന്. പക്ഷെ നമുക്ക് ഭാഗ്യമില്ല, വീണ്ടും അശാന്തിയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് ഹോർമുസ്, ഇതിനെ ചുറ്റിപ്പറ്റി മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല ന്യൂസുകളും, അതായത് പല ന്യൂസ് മീൻസ് ചില സമയത്ത് അത് ഓപ്പൺ ആണെന്ന് പറയും, ചില സമയത്ത് അത് ക്ലോസ് ആണെന്ന് പറയും. ഏറ്റവും പുതിയതായിട്ട് അത് ഇറാൻ പൂർണ്ണമായിട്ടും അടച്ചു, അതിലൂടെ ഒരു ഷിപ്പ് പോലും പോകുന്നില്ല. അതിലൂടെ ഏറ്റവും അവസാനമായിട്ട് പോയ ഷിപ്പുകളെ ഇറാൻ ആക്രമിച്ചു. കാരണം US ഉപരോധം നിലനിൽക്കുമ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമുസ് തുടർന്നു കൊടുക്കാനായിട്ടുള്ള പദ്ധതി ഇറാനില്ല എന്ന് ഇറാൻ കൃത്യമായിട്ട് പറയുന്നു. എന്നാൽ ട്രംപ് ആകട്ടെ ആകെ പുലിവാല് പിടിച്ചൊരവസ്ഥയിൽ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് പഴയ ടീം JD വാൻസും ഉൾപ്പെടെയുള്ള പഴയ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ തയ്യാറായിട്ട് വരുന്നു. എന്നാൽ ഇറാൻ ഈ ഒരു രണ്ടാം ഘട്ട ചർച്ച തയ്യാറാകുമോ എന്നുള്ള ഒരു അഭ്യൂഹത്തിലായിരുന്നു ലോകം. എന്നാൽ ഏറ്റവും പുതിയതായിട്ട് ഇറാൻ അത് ഡിനേ ചെയ്യുന്നു. രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഇല്ല എന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ ചർച്ച മുന്നോട്ട് പോകുന്നില്ല. ഈ ഒരു സീസ് ഫയർ അവസാനിക്കാനായിട്ട് വളരെ ദിവസങ്ങൾ, ബുധനാഴ്ചയാണിത് അവസാനിക്കുന്നത്. ലബനാനിലും അതുപോലെ തന്നെ സീസ് ഫയർ അവസാനിക്കാൻ 10 ദിവസത്തെ സീസ് ഫയർ അവസാനിക്കാൻ അവിടെയും വളരെ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ലോകം അശാന്തിയിലേക്ക് പോകുന്നു. ഇടിഞ്ഞ ക്രൂഡ് വീണ്ടും തിരികെ വരുന്നു, ഗോൾഡ് വീണ്ടും ഇടിയുന്നു, വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിൽ ഇടിയുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇതിനൊരു പോംവഴി ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ ഈ ഒരു യുദ്ധം പോകുന്ന ഘട്ടത്തിലാണ് ഉള്ളത്. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ട്രൂത്ത് മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു. ഇത് ഒന്നല്ലെങ്കിൽ നൈസായിട്ട് അല്ലെങ്കിൽ ഹാർഡ് വേയിൽ ഇത് യുദ്ധം തീർക്കുമെന്ന് ട്രംപ് വീണ്ടും അവകാശവാദം ചെയ്യുന്നു. ഇതിൽ ഏത് വിശ്വസിക്കണം, ഏതനുസരിച്ച് നമ്മൾ പൊസിഷൻ മാനേജ് ചെയ്യണം, ഏതനുസരിച്ച് സ്റ്റോക്ക് ബൈ ചെയ്യണം എന്നുള്ള ഇതിൽ നമുക്ക് വളരെ വലിയ തോതിലുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഗ്ലോബൽ മാർക്കറ്റുകൾ നിലനിൽക്കുന്നത്. അതിനിടെ ഇന്ത്യയുടെ MPC മീറ്റിംഗ് വരുന്നുണ്ട് നാളെ കഴിഞ്ഞ്. HDFCയുടെയും ICICI ബാങ്കിൻ്റെയും യെസ് ബാങ്കിൻ്റെയും ഗംഭീര റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യാനുള്ളതാണ്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് വരുമെന്ന് യാതൊരു പിടുത്തമില്ല. എങ്കിൽ കൂടി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളൊന്ന് പരിശോധിച്ച് വരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ഇതിപ്പോൾ പറയാൻ പോകുന്ന ഗ്ലോബൽ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ ഇപ്പോൾ പറയുന്നതല്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള കമൻറ്റായിട്ട് വരരുത്. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സെൻസ് നമ്മൾ കാണിക്കണം. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4,792, സിൽവർ 79, ബിറ്റ്കോയിൻ ഇടിഞ്ഞ് 74,000, 1,200 പോയിൻ്റ് ഇടിഞ്ഞു. ബ്രെൻഡ് ഓയിൽ 6% സ്പൈക്ക് ചെയ്ത് 95, നാച്ചുറൽ ഗ്യാസ് സ്പൈക്ക് ചെയ്ത് 2.7 ആയി. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ കാണിക്കുന്നത് 24,461 ഡോ ഫ്യൂച്ചർ കാണാം 400 പോയിൻ്റ് ഇടിഞ്ഞ്, നാസ്ഡാക്ക് ഫ്യൂച്ചർ കാണാം 148 പോയിൻ്റ് ഇടിഞ്ഞ്. ഏഷ്യൻ മാർക്കറ്റുകളിൽ പൊതുവെ നെഗറ്റീവായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാസ്ഡാക്കും ഡോയും 3 യൂറോപ്യൻ മാർക്കറ്റും അതിഗംഭീര റാലിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു റാലി ആയിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. കാരണം നമുക്കതിൽ പൂർണ്ണമായിട്ടും ഒരു റാലിക്കും ഗ്യാപ്പപ്പിനുമുള്ള അവകാശം നമുക്കുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണം ICICI ബാങ്കിന് നെറ്റ് പ്രോഫിറ്റ് 8.5% ഉയർന്ന് 13,702 കോടി രൂപ കരസ്ഥമാക്കി. 12 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ച മുൻനിര ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കിൻ്റെ റിസൾട്ട് ഗംഭീരമായിട്ട് വന്ന ദിവസമായിരുന്നു ഇന്ന്. അതുപോലെ തന്നെ HDFC ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ഒരു 9% ഉയർന്ന് 19,221 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വന്ന ദിവസമായിരുന്നു ഇന്ന്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 3.2% ഉയർന്നിരുന്നു. യെസ് ബാങ്കും സമാനമായ രീതിയിൽ നെറ്റ് പ്രോഫിറ്റ് 45% ഉയർന്ന് 1,068 കോടി രൂപ കരസ്ഥമാക്കിയ ദിവസമായിരുന്നു. എന്നാൽ ജിയോ ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റിൽ 14% ഇടിവ് രേഖപ്പെടുത്തി 272 കോടി രൂപയിലേക്ക് ജിയോ ഫിനാൻസിൻ്റെ പ്രോഫിറ്റ് ഇടിഞ്ഞിരുന്നു. അങ്ങനെ ബഹുഭൂരിപക്ഷം പോസിറ്റീവായിട്ടുള്ള വാർത്തകളുള്ള ദിവസം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ PCR എല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ കാണുകയും ആളുകൾ
നിഫ്റ്റിയുടെ സ്പോട്ടിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് പുട്ട് ഓപ്ഷനെല്ലാം തന്നെ സെല്ല് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു അവസരം ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ വരെ പെട്ടെന്ന് തന്നെ വിപരീതമായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യപ്പെടും എന്നുള്ളത് അറിയില്ല. പക്ഷേ നമുക്ക് മേ ബി മാർക്കറ്റ് ഫ്ലാറ്റായിട്ടോ സ്ലൈറ്റ്ലി ഗ്യാപ്പായിട്ടോ ഓപ്പൺ ചെയ്തേക്കാം, കാരണം ഗംഭീര റിസൾട്ട് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ മാർക്കറ്റ് ഇങ്ങനെയുമാണ് ഓപ്പൺ ചെയ്യുകയുള്ളൂ, മാർക്കറ്റ് ഈ രീതിയിലായിരിക്കും എന്നുള്ള ഒരു അവകാശവാദത്തിനില്ല. ന്യൂസുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പരമാവധി നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാ ആളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.